ഹരി ഓം. ദശകം 26, ശ്ലോകം 3. ദുഗ്ധാംഭോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേയൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ. പദച്ഛേദം നോക്കാം. ദുഗ്ധ അംഭോധേഃ മധ്യഭാജി ത്രികൂടേ. ദുഗ്ധാംഭോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപഃ അയം വശാഭിഃ. ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ. യൂഥപഃ അയം, അതാണ് യൂഥപോയം. സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ശക്ത്യാ. സർവാൻ ജന്തൂനത്യവർത്തിഷ്ട ശക്ത്യാ തുത് ഭക്താനാം കുത്ര ന ഉത്കർഷ ലാഭഃ. ന ഉത്കർഷ ലാഭഃ. ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ. ദുഗ്ധാംഭോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേയൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 2 നമ്മൾ പറഞ്ഞു, ആ ഇന്ദ്രദ്യുമ്ന രാജാവ് ആ ശാപമൊക്കെ ഏറ്റുവാങ്ങിച്ചിട്ട് ഒരു ഗജേന്ദ്രനായി മാറി. മൂന്നാമത്തേൽ എന്താ നമുക്ക് നോക്കാം. യൂഥപഃ അയം വശാഭിഃ സഹ. യൂഥപഃ അയം, യൂഥപഃ എന്ന് പറഞ്ഞാൽ ആ ഗജേന്ദ്രനായ അയം, ഇവൻ വശാഭിഃ സഹ പിടിയാനകളോടുകൂടി ദുഗ്ധാംഭോധേഃ മധ്യഭാജി ത്രികൂടേ ശൈലേ ക്രീഡൻ. ദുഗ്ധാംഭോധേഃ മധ്യഭാജി, പാലാഴിയുടെ നടുക്കുള്ള ത്രികൂടേ ശൈലേ ത്രികൂടപർവ്വതത്തിൽ ക്രീഡൻ വിഹരിക്കുന്നവനായിട്ട് ശക്ത്യാ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട. ശക്ത്യാ സർവാൻ, ആ ശരീരശക്തിയിൽ സർവാൻ എല്ലാ ജന്തുക്കളെയും, സർവാൻ ജന്തൂൻ ശക്ത്യാ സർവാൻ ജന്തൂൻ ശരീരശക്തിയിൽ എല്ലാ ജന്തുക്കളെയും അത്യവർത്തിഷ്ട കവിച്ചു വെച്ചു എന്ന് വെച്ചാൽ എല്ലാ ജന്തുക്കളെക്കാളും ശരീരത്തിന് ശക്തി ഉണ്ടായിരുന്നു ഈ ആനയ്ക്ക്. പൊതുവെ ആനകൾക്ക് ശക്തി കൂടുതലാണ്, ഈ ഗജേന്ദ്രന് ശക്തി കൂടുതലായിരുന്നു. ബാക്കിയുള്ള ജന്തുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരേക്കാളും ശരീരശക്തി കൂടുതലായിരുന്നു. അതാണ് പറയുന്നത് ശക്ത്യാ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ. ത്വദ്ഭക്താനാം, അങ്ങയുടെ നല്ല നിന്തിരുവടിയുടെ ആ ഭക്തന്മാർക്ക് കുത്ര ന ഉത്കർഷലാഭഃ, എവിടെയാണ് ഉദ്ഗതിക്ക് കുറവ് വരുന്നത് എന്ന് വെച്ചാൽ കുറവ് വരുന്നില്ല എന്നർത്ഥം. ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ, നിന്തിരുവടിയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉദ്ഗതിക്ക് കുറവ് വരുന്നത്? കുറവ് വരുന്നില്ല. അപ്പം യൂഥപഃ അയം വശാഭിഃ സഹ, ഗജേന്ദ്രനായ ഇവൻ പിടിയാനകളോടുകൂടി ദുഗ്ധാംഭോധേഃ മധ്യഭാജി ത്രികൂടേ ശൈലേ ക്രീഡൻ, പാലാഴിയുടെ നടുക്കുള്ള ത്രികൂടപർവ്വതത്തിൽ വിഹരിക്കുന്നവനായിട്ട് ശക്ത്യാ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ശരീരശക്തിയിൽ എല്ലാ ജന്തുക്കളെയും കവിച്ചു വെച്ചു. ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ, നിന്തിരുവടിയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉദ്ഗതിക്ക് കുറവ് വരുന്നത്? കുറവ് വരുന്നില്ല. അപ്പം അങ്ങനെ ആ പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികൂടം എന്ന പർവ്വതത്തിൽ ഗജേന്ദ്രൻ ഈ പിടിയാനകളോടൊക്കെ ഒത്ത് അങ്ങ് ഭയങ്കരമായിട്ട് ആടിപ്പാടി ഉത്സാഹിച്ച് ഒരു ലീലോലുപനായിട്ട് നടക്കുകയായിരുന്നു. ആ സകല ജന്തുക്കളിലും വെച്ച്
സകല ആനകളിലും വെച്ച് ശ്രേഷ്ഠനായ ഒരു ആനയായിരുന്നു. അതുപോലെ തന്നെയാണ് സകല ജന്തുക്കളെക്കാളും ബലവാനായിരുന്നു. സർവ ഉത്കൃഷ്ടനായിട്ട് അങ്ങനെ വസിച്ചു. അപ്പോൾ അങ്ങയുടെ ഭക്തന്മാർ ഏത് യോനിയിൽ ജനിച്ചാലെന്താ, ഏത് യോനിയിൽ ജനിച്ചാലും അവർക്ക് ഉത്കൃഷ്ടം സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു ഉത്കൃഷ്ടരായിരിക്കും എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ദുഗ്ധാംഭോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേയൂഥഭോയം വശാഭിः സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ.